എനിക്ക് ചോദിക്കുന്നത് BJP പ്രതിനിധികളാണ്. കാരണം രാജ്യത്തെ മുഴുവൻ കാവ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി നിങ്ങൾ രാജ്യത്തെ വിദ്യാർത്ഥികൾ പഠിക്കേണ്ട പരിണാമ ചർച്ചവും അതുപോലെ തന്നെ ബാബരി മസ്ജിദ് പൊളിച്ചതും എടുത്തു മാറ്റിക്കൊണ്ട് അവിടെ രാമക്ഷേത്രം നിർമ്മാണം ആണ് ഇപ്പോൾ അജണ്ടയായിട്ട് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നത്. ഏത് അജണ്ടയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചതെന്ന് മനസ്സിലാക്കണം. മറ്റൊരു കാര്യം കൂടെ, ഇത്തരത്തിലുള്ള അതായത് ഞങ്ങൾ പഠിക്കേണ്ട ഏകകോശ ജീവിയിൽ നിന്നും ബഹുകോശ ജീവി ഉണ്ടായി, അതിനുശേഷം ഒരു ജീവൻ ഭൂമിയിൽ ജീവൻ ഉണ്ടായി, അതിനുശേഷം നമ്മൾ ഈ കാണുന്ന മനുഷ്യരുണ്ടായി എന്ന് പഠിക്കുന്നതിന് പകരം ആരോ ഏതോ രീതിയിൽ കണ്ടുപിടിച്ച, അതായത് നിങ്ങൾ എഴുതി വെച്ച അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ മാത്രം കാണപ്പെടുന്ന തികച്ചും രൂപങ്ങൾ നൽകിയ ഒരു ജീവന്റെ ഭാഗമായി നിങ്ങൾ പറയുന്നത് ഇത്തരത്തിലുള്ള കളിമണ്ണിന് ദൈവങ്ങൾ ജീവൻ നൽകി എന്നതിന്റെ ഭാഗമായി മനുഷ്യന് ജീവൻ ഉണ്ടായി, ഭൂമിയിൽ ജീവൻ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് തികച്ചും ഇത് ഏതൊരു എന്താണ് ഇതിന്റെ സെൻസ് എന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്കൊന്ന് ഇപ്പോ BJP വിദ്യാർത്ഥിയാണോ? വിദ്യാർത്ഥിയുടെ ഭാഗത്ത് നിന്നാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് സ്വയം ചിന്തിച്ചാൽ മതി എങ്ങനെയാണ് മനുഷ്യന്റെ നിങ്ങൾ പാഠപുസ്തകങ്ങളിലേക്ക് എത്തിക്കുന്നത് മനുഷ്യന് കളിമണ്ണ് കൊണ്ട് ജീവൻ നൽകുന്നതാണ്. എങ്ങനെയാണ് മനുഷ്യർ കളിമണ്ണ് കൊണ്ട് എങ്ങനെ ജീവൻ നൽകുക? നമ്മൾ പഠിക്കേണ്ട പരിണാമ ചരിത്രങ്ങൾ എടുത്തു മാറ്റിക്കൊണ്ട് തികച്ചും മനുഷ്യത്വരഹിതമായ, അതായത് നിങ്ങൾ ചോദ്യം ഒന്ന് ചുരുക്കാൻ ഞാൻ ആദ്യം പറഞ്ഞതല്ലേ, മനസ്സിലായി. അദ്ദേഹത്തിന് ഉത്തരം പറയും. പാഠ്യപദ്ധതി ഒരു വിദ്യാർത്ഥിയുടെ ഏത് രീതിയിൽ അങ്ങനെ പോവാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ പഠിക്കേണ്ടത് ചോദിച്ചല്ലോ, ചോദ്യത്തിന് മറുപടി പറയട്ടെ എന്ന്. എന്ത് ചോദ്യം പറഞ്ഞു അദ്ദേഹത്തിന് മനസ്സിലായല്ലോ. അത് ശരിയല്ല. അത് പ്രസംഗം വേണ്ട. ചോദ്യം ഇല്ല പ്രസംഗം വേണ്ട. നിങ്ങൾ പറ ഇത് കേൾക്കില്ല. പ്രസംഗം വേണ്ട. പ്രസംഗം വേണ്ട. താങ്കൾ ഇതൊന്ന് കട്ട് ചെയ്യണം പ്ലീസ്. ഓക്കെ പറയൂ. താങ്കളുടെ ചോദ്യം ഇങ്ങനെയുണ്ട്, ഒരു മര്യാദ ഇല്ലേ? യെസ്, മറുപടി. ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പ്രസംഗിച്ചാൽ ചോദ്യം ചോദിക്കാം, പ്രസംഗം വേണ്ട. മറുപടി. എന്റെ ബേക്കിട്ട് കയറേണ്ട ആവശ്യമില്ല. യെസ്, അഡ്വക്കേറ്റ് ഗോപിനാഥ് മറുപടി. നിങ്ങളുടെ പാഠ്യ പുസ്തകങ്ങളിൽ വർഗീയവൽക്കരണം നടത്തുന്നു, അതാണ് ചോദ്യം. പാഠങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം. എന്റെ ആദ്യത്തെ എന്നോട് ചോദ്യം ഉന്നയിച്ച സുഹൃത്തിനോട് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അറിയുമോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഭാരതത്തിന്റെ ഭരണഘടനയുടെ ആദ്യ പ്രതിയിലെ ആദ്യത്തെ പേജിന്റെ ഫോട്ടോ ആരുടേതാണ് എന്ന് അറിയാമോ? അത് ശ്രീരാമചന്ദ്രന്റെ ചിത്രമാണ്. അത് നെഹ്റുവും പട്ടേലും ആണോ? അത് വർഗീയവാദമാണോ? മറുപടി പറയാം. മൈക്കിലൂടെ മറുപടി പറയല്ല പ്ലീസ്. ശ്രീരാമചന്ദ്രന്റെ ഫോട്ടോ വെച്ചിരിക്കുന്നു. ശ്രീരാമൻ BJP ആരാ പറഞ്ഞേ? ശ്രീരാമൻ BJP ആണെന്ന് ആരാ പറഞ്ഞേ? ശ്രീരാമൻ എപ്പോഴാണ് RSS BJP ആയത്? അത് ഇവിടെ മറുപടി പറയട്ടെ. എവിടുന്നാ പറഞ്ഞേ? അത് നിങ്ങൾ മറുപടി പറയട്ടെ. ശ്രീരാമൻ BJP അല്ല. ശ്രീരാമനെ കണ്ടു നോക്കണം ഭരണഘടന എന്താണ് എന്ന്. ബഹളം വെച്ച് നിശബ്ദനാക്കരുത് ദയവ് ചെയ്ത് പ്ലീസ്. അഡ്വക്കേറ്റ് ഗോപിനാഥ് പറയട്ടെ. താങ്കൾ തുടങ്ങിയ മുതൽ ഇങ്ങനെ ബഹളം വെച്ചോണ്ടിരുന്ന എങ്ങനെയാ? ഹലോ, ഇരിക്കേ. ഇതൊന്നും കേൾക്കുന്നില്ലേ? എന്ത് ചോദ്യം? ഇരിക്കേ. ഒരു മര്യാദയില്ലേ? ഇതിനൊക്കെ ഒരു മര്യാദയില്ലേ? ചോദിച്ചു കഴിഞ്ഞാൽ പറയും. ചുമ്മാ ബഹളം വെക്കാണോ? മറുപടി പറ. ഇരിക്കേ. മിണ്ടാതിരി. ഇന്ത്യൻ ഭരണഘടന മറുപടി പറയട്ടെ. അദ്ദേഹത്തോടുള്ള ചോദ്യമാണ്. അദ്ദേഹം മറുപടി പറയട്ടെ. ചുമ്മാ ബഹളം വെച്ചിട്ട് കാര്യമില്ല. അസ്വസ്ഥനൊന്നും അല്ല. ബഹളം വെച്ച് നിശബ്ദനാക്കാൻ ശ്രമിക്കരുത്. പറയൂ. ശ്രീരാമചന്ദ്രന്റെ പാഠഭാഗം രാജ്യത്തിലെ ഏത് പാഠപുസ്തകത്തിലാണ് ശ്രീരാമചന്ദ്രൻ ഈ നരേന്ദ്രമോദി പാഠഭാഗം ഉൾപ്പെടുത്തിയത് എന്ന് ചൂണ്ടിക്കാണിച്ചു തരാൻ വേണ്ടി സാധിക്കുമോ? ഏത് ആരുടെ പാഠ്യപദ്ധതി വർഗീയവൽക്കരിച്ചു എന്ന് കാണിക്കാൻ? പിന്നെ എന്താ പറഞ്ഞത്? രാമക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞ 500 വർഷത്തിന് ശേഷം ഉണ്ടായ ഒരു ചരിത്ര സംഭവമാണ് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുന്ന തെറ്റുണ്ടോ? എന്താ തെറ്റതിലുള്ളത്? അതൊരു ചരിത്ര സംഭവമാണ്. ഇന്ത്യ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളെ വിശ്വസിക്കുന്നത് ശ്രീരാമചന്ദ്രന് വേണ്ടിയുള്ള ക്ഷേത്ര നിർമ്മാണം അതൊരു ചരിത്ര സംഭവമാണ്. ഒരു സംശയവുമില്ല. നാളെ നിങ്ങളുടെ മക്കൾ പഠിക്കും ആ ചരിത്രത്തെ കുറിച്ച്. ഓക്കെ. ജനസഭയിൽ ഒരു മര്യാദ പാലിക്കണം. ഒരാളോട് ചോദ്യം ചോദിക്കുന്നു, അദ്ദേഹത്തെ മറുപടി പറയാൻ അനുവദിക്കാതെ ആർത്ത് വിളിക്കുക. ഒരു മര്യാദയില്ല. അദ്ദേഹം പറയുന്നത് കേൾക്കാനുള്ള സഹിഷ്ണുത കാണിക്കണം. ഞാൻ ആരെയും മര്യാദ പഠിപ്പിക്കുന്നില്ല.
പക്ഷേ ഒരാളോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയുന്ന മറുപടി കേൾക്കാനുള്ള മാന്യത മര്യാദ കാണിക്കണം. അടുത്ത ചോദ്യം.